കരീപ്പിക്കലടത്തേണ്ടി. എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക എനിക്ക്, നമ്മളെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മളിൽ നിന്നും അകന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന്, നമ്മൾ സ്വന്തം ഒന്ന് വിലയിരുത്താൻ നോക്കുക. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, നമ്മളെന്നാണോ ഇത് പറ്റിയത്. എല്ലാതും എന്താ പറയാ, അപ്പോഴത്തെ ഒരു ഇമോഷന്റെ പേരിൽ ഡ്രൈവ് ചെയ്യാണ്ട് നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ. കാരണം ഇതിന്റെയൊക്കെ കാരണക്കാരൻ നമ്മളാവോ. നമ്മൾ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളിന്ന് അകന്നു പോകുന്നതിന് അതിന്റെ റീസൺ നമ്മളാവോ. ഈ ഒരു പോയിന്റ് നല്ല രീതിയിൽ ചിന്തിക്കാൻ നോക്കുക. രണ്ടാമത്തെ വിഷയം, അവരെ മനസ്സിലാക്കുക. അവരേത് സിറ്റുവേഷനിലൂടെയാണ്, ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും വേദന അവരനുഭവിക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ അവരുടെ സിറ്റുവേഷൻ, അവർ ഏതൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതെല്ലാവർക്കും ബാധകമല്ല കേട്ടോ. പക്ഷെ ചില എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി മെച്ചൂർഡായി ചിന്തിക്കണം. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവോ, അവരാണ് റീസൺ എടുക്കാൻ വല്ല കാരണം ഉണ്ടാവോ, അവരങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം, ആ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്, എന്തൊക്കെ ചെയ്താൽ ഇത് ശരിയാക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മൾ ആ ഒരു അവസ്ഥയിൽ വന്ന് പെട്ട് എന്നുള്ള ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവും. ഈ 3 വിഷയങ്ങൾ മാത്രം ലൈഫിൽ എപ്പോഴും കൂടെ പിടിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവും. മനസ്സിലായ? കരീപ്പിക്കലടത്തേണ്ടി. മനസ്സിലായ കാര്യം? മനസ്സിലായി. അപ്പം ഈ 3 വിഷയങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ലൈഫ് പക്കായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം.